അപ്പൊ നമ്മള് ഇവിടാണ് ഫൈനലി പറഞ്ഞ് നിർത്തിയത്. എന്തായിരുന്നു? അതായത് നമ്മളുടെ ഹെർമീഷ്യൻ ആണോ എന്നുള്ളതിന് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷനാണ് ഇത്. ആ ഹെർമീഷ്യൻ ആ ഒരു കണ്ടീഷനെ തന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ, ഇതാണ് ബ്രാക്കറ്റ് നൊട്ടേഷൻ, ഈ ഒരു രീതിയിൽ മാറ്റി എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെ എഴുതുന്നത് ജസ്റ്റ് അതും കൂടെ നോക്കിയേക്കാം. ഇതിനകത്ത് നമ്മൾ മുകളിൽ എഴുതിയേക്കുന്നത് കണ്ടോ? ഇതിനകത്ത് നമ്മൾ താഴെ എഴുതിയേക്കുന്നതിനകത്ത് ഇന്റഗ്രൽ സൈൻ യൂസ് ചെയ്തിട്ടില്ല. ശ്രദ്ധിക്കുക, നമ്മൾ ഇന്റഗ്രൽ സൈൻ യൂസ് ചെയ്തിട്ടില്ല. 1. 2, ഇവിടെ ഫസ്റ്റ് എഴുതിയേക്കുന്ന ഫംഗ്ഷൻ കണ്ടോ? അതായത് ഈ കാണിച്ചേക്കുന്ന എഫ് സ്റ്റാർ എം, അതിനെ നമ്മൾ ജസ്റ്റ് എം എന്ന് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. ചില കേസിൽ നമ്മൾ എഫ് സ്റ്റാർ ഇടത്തില്ല, എഫ് എം എന്നും എഴുതാറുണ്ട്. എം എന്നും ഇടാം, ലൈക്ക് ആ സബ്സ്ക്രിപ്റ്റ് എന്താണോ അത് മാത്രം ഇടുകയും ചെയ്യാം. അതർവൈസ് നമ്മൾക്ക് ഈ എഫ് എം എന്നും ഇടാം, സ്റ്റാർ ഇടില്ല. ഫൈൻ. ഓപ്പണിംഗ് ആംഗിൾ ബ്രാക്കറ്റ്, പിന്നെ എം ഇട്ടു, പിന്നെ ഒരു ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ട്രെയിറ്റ് ലൈൻ ആണ്, നേരെ താഴോട്ടുള്ള ലൈനാണ്. അതിനുശേഷം ഓപ്പറേറ്റർ. ഫൈൻ. അതിനുശേഷം ഓപ്പറേറ്റർ എഴുതിയേക്കുന്നു, പിന്നെയും ഒരു ലൈൻ ഉണ്ട്. അതിനുശേഷം അടുത്ത ഫംഗ്ഷൻ, അത് ഒന്നുകിൽ എഫ് എൻ എന്ന് എഴുതാം, എഫ് സബ്സ്ക്രിപ്റ്റ് എൻ എന്ന് എഴുതാം, അല്ലെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രിപ്റ്റ് എൻ എന്ന് മാത്രം എഴുതാം. അതേപോലെ ഇവിടെ ഡീറ്റോ ഇവിടെ എഴുതിയിട്ടുണ്ട്, താഴെ എഴുതിയിട്ടില്ല. എന്നിട്ട് ക്ലോസിംഗ് ബ്രാക്കറ്റ്. മനസ്സിലായല്ലോ? നിങ്ങൾ ഓർഡർ മാറിപ്പോകരുത്. ഇവിടെ ആദ്യം എം തന്നെ എഴുതണം. രണ്ടാമത് എഴുതിയിരിക്കുന്നിടത്ത് ഇവിടെ മുകളിൽ ആദ്യം എൻ അല്ലേ വന്നിരിക്കുന്നത്. ഇന്റഗ്രൽ സൈൻ ഇല്ല, ഒന്ന് നോക്കണം. സ്റ്റാർ ഇല്ല, രണ്ടാമത്തെ കാര്യം നോക്കുക. പിന്നെ ആദ്യം വന്നിരിക്കുന്നത് ഇവിടെ എഫ് ഓഫ് എൻ അല്ലേ, അതുകൊണ്ട് അതായത് സ്റ്റാർ വന്നിരിക്കുന്നത് അതിൻ്റെ കൂടാണ്, അതുകൊണ്ട് എൻ ആദ്യം എഴുതി, പിന്നെ ഓപ്പറേറ്റർ. അപ്പം ഒരു ലൈൻ ഇട്ടു, അതിനുശേഷം ഒരു ഓപ്പറേറ്റർ സിമ്പിൾ ഇട്ടു, പിന്നെയും ഒരു ലൈൻ ഇട്ടു. ഫൈൻ. അതിനുശേഷം എഫ് ഓഫ് എം ആണ് കിടക്കുന്നത്, സോ അതുകൊണ്ട് എം എന്ന് എഴുതി, അല്ലെങ്കിൽ എഫ് ഓഫ് എം എന്ന് എഴുതാം. അത് കഴിഞ്ഞിട്ട് ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എന്നിട്ട് സ്റ്റാർ ഇട്ടു. സോ ഇതാണ് ആംഗിൾ നൊട്ടേഷൻ ഓർ ബ്രാക്കറ്റ് നൊട്ടേഷൻ എന്ന് പറയും. സോ ഈ നൊട്ടേഷനിലായിരിക്കും നമ്മൾ കൂടുതലും പിന്നീട് എഴുതുക, പിന്നീട് പഠിക്കുമ്പോൾ എല്ലാം ഈ ഒരു നൊട്ടേഷനിലായിരിക്കും എഴുതുക. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു നൊട്ടേഷനിൽ തന്നെ പഠിച്ചു പോവുക. ഫൈൻ. അപ്പൊ നമ്മൾ ഹെർമിഷ്യൻ ഓപ്പറേറ്റർ എന്താണെന്നും പറഞ്ഞു. ഇനി നമ്മൾ എയ്ഗൻ ഫങ്ഷൻസ് ആൻഡ് എയ്ഗൻ വാല്യൂസ് എന്താണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് നോർമലി നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വെക്കാം. ആ ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വെക്കാം. അതിൽ നമുക്കൊരു ഓപ്പറേറ്റർ ഉണ്ട്, എ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഉണ്ടെന്ന് വെക്കാം. ആ ഓപ്പറേറ്റർ ഈ ഫംഗ്ഷനിൽ എഫ് ഓഫ് എക്സിൽ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? വേറൊരു ഫംഗ്ഷൻ കിട്ടിയെന്ന് വെക്കുക, ജി ഓഫ് എക്സ്. ഇങ്ങനെയാണ് നമുക്ക് നോർമലി കിട്ടാറ്. പക്ഷെ ചില പെർട്ടിക്കുലർ കേസ് ഉണ്ട്. ആ പെർട്ടിക്കുലർ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ നമ്മളുടെ ഫംഗ്ഷനിൽ ആക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു കോൺസ്റ്റന്റ് എ എന്ന് പറയുന്ന സ്മോൾ എ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈഡ് വിത്ത് ദാറ്റ് സെയിം ഫംഗ്ഷൻ കിട്ടും. ഇങ്ങനെ കിട്ടുന്ന കേസ്, എല്ലാ കേസിലും നമുക്ക് ഇങ്ങനെ കിട്ടുമെന്നല്ല പറയണേ, ഇങ്ങനെ കിട്ടുന്ന സ്പെഷ്യൽ കേസിനകത്ത്, സ്പെഷ്യൽ കേസാണ്, ഇങ്ങനെ കിട്ടുന്ന കേസിനകത്ത് നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന എഫ് ഓഫ് എക്സിനെ എയ്ഗൻ ഫംഗ്ഷൻ ഓഫ് എ എന്ന് പറയും. എ എന്ന് പറയുന്ന ഓപ്പറേറ്ററിന്റെ എയ്ഗൻ ഫംഗ്ഷൻ എന്ന് എഫ് ഓഫ് എക്സിനെ പറയും. ഈ സ്മോൾ എ ഓർ ആ കോൺസ്റ്റന്റ് കിട്ടുന്ന ആ കോൺസ്റ്റന്റിനെ നമ്മൾ എയ്ഗൻ വാല്യൂ എന്ന് പറയും. എയ്ഗൻ വാല്യൂ. ഫൈൻ. ഇതിനെന്ത് പറയുന്നത്? എയ്ഗൻ ഫംഗ്ഷൻ എന്നും ഇതിനെ എയ്ഗൻ വാല്യൂ എന്നും പറയും. അപ്പോൾ ഓൾവേസ് അങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ അങ്ങനെ കിട്ടില്ല. കിട്ടുന്ന സ്പെഷ്യൽ കേസിന് നമ്മൾ അങ്ങനെ പറയുന്നതാണ്. ആ കിട്ടുന്ന കേസിനകത്ത് സ്മോൾ എനെ എയ്ഗൻ വാല്യൂ എന്നും ഈ എഫ് ഓഫ് എക്സിനെ എയ്ഗൻ ഫംഗ്ഷൻ എന്ന് പറയും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഓപ്പറേറ്ററെ കുറച്ചൊന്ന് നോക്കാം. നമ്മൾ ഓപ്പറേറ്റർ കൺസ്ട്രക്ട് ചെയ്യാനുള്ള റൂളായിട്ട് പറഞ്ഞ ഇതാണ്. ക്ലാസിക്കൽ മെക്കാനിക്സിൽ എക്സ്പ്രഷൻ എഴുതുക, എന്നിട്ട് എക്സിനെ ട്രാൻസ്ഫോം ചെയ്യേണ്ടത് എക്സ് ക്യാപ്പ് ആയിട്ട്, പി എക്സിനെ ട്രാൻസ്ഫോം ചെയ്യേണ്ടത് എന്തായിട്ടാണ്? മൈനസ് ഐ എച്ച് ക്രോസ് ഡി ബൈ ഡി എക്സ്, ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാം. അങ്ങനെ അപ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? ക്വാണ്ടം മെക്കാനിക്സിലെ കറസ്പോണ്ടിങ് ഓപ്പറേറ്റർ കിട്ടും. ഏത് ഒബ്സർവബിളിനെയാണോ, ഏത് സംഭവമാണോ നമുക്ക് മെഷർ ചെയ്യേണ്ടത്, പൊസിഷൻ ആണെങ്കിൽ പൊസിഷൻ, മൊമെന്റം എന്താണോ മെഷർ ചെയ്യേണ്ടത്, അതിന്റെ കറസ്പോണ്ടിങ് ഓപ്പറേറ്റർ കിട്ടും. ആ ഓപ്പറേറ്റർ നമ്മളുടെ വേവ് ഫംഗ്ഷനിൽ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് മെഷർ ചെയ്യുമ്പോൾ എന്ത് വാല്യൂ കിട്ടാമോ ആ വാല്യൂസ് കിട്ടും. അത് മനസ്സിലായില്ല എന്ന് തോന്നുന്നു, ഞാൻ പറഞ്ഞോളാം പിന്നീട്. നമുക്കിപ്പം എനർജി ഓപ്പറേറ്റർ ഉണ്ടെന്ന് വെക്കാം. അപ്പൊ എനർജി ഓപ്പറേറ്ററിനെ നമ്മൾ പറയുന്നതാണ് ഹാമിൽട്ടോണിയൻ. ഹാമിൽട്ടോണിയൻ എന്നത് വേവ് ഫംഗ്ഷനിൽ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കോൺസ്റ്റന്റ്, തൽക്കാലം നമുക്ക് ആ കോൺസ്റ്റന്റിനെ ഇ നിടുകയാണ്, ഈ മൾട്ടിപ്ലൈഡ് വിത്ത് ദ സെയിം വേവ് ഫംഗ്ഷൻ കിട്ടും. അപ്പം നമുക്ക് പറയാം ഈ ഫംഗ്ഷൻ എന്നുള്ളത് ഹാമിൽട്ടോണിയന്റെ എയ്ഗൻ ഫംഗ്ഷൻ ആണ്. ഇതെന്നുള്ളത് ഹാമിൽട്ടോണിയന്റെ എയ്ഗൻ ഫംഗ്ഷൻ ആണ്. ഇതെന്നുള്ളത് ഹാമിൽട്ടോണിയന്റെ എയ്ഗൻ വാല്യൂ. അതായത് ഹാമിൽട്ടോണിയൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു
എനർജി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു. എനർജി ഓപ്പറേറ്റർ വേവ് ഫംഗ്ഷൻ ആക്ട് ചെയ്യുമ്പോൾ എനർജി മൾട്ടിപ്ലൈഡ് വിത്ത് ദാറ്റ് സെയിം ഫംഗ്ഷൻ കിട്ടും. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാം, എന്തുകൊണ്ട് ഞാൻ ജനറലൈസ് ചെയ്ത് ചുമ്മാ പറഞ്ഞില്ല. അതായത് സിംപ്ലി മൊമെന്റം മൊമെന്റം എടുത്തിട്ട് മൊമെന്റം ഓപ്പറേറ്റർ വേവ് ഫംഗ്ഷൻ ആക്റ്റീവ് ആണെങ്കിൽ മൊമെന്റം ഒരു വാല്യൂ, മൊമെന്റത്തിന്റെ ഒരു വാല്യൂ P1 എന്ന് മൾട്ടിപ്ലൈഡ് വിത്ത് ദാറ്റ് വേവ് ഫംഗ്ഷൻ ഇങ്ങനെ കിട്ടുന്നു എന്ന് ഞാൻ എന്തുകൊണ്ട് പറഞ്ഞില്ല. അതർവൈസ് പൊസിഷൻ ഓപ്പറേറ്റർ വേവ് ഫംഗ്ഷൻ ആക്ട് ചെയ്യുമ്പോൾ പൊസിഷന്റെ ഒരു വാല്യൂ ചുമ്മാ ഞാൻ പറയണം 5 മൾട്ടിപ്ലൈഡ് വിത്ത് ദാറ്റ് സെയിം ഫംഗ്ഷൻ ഇങ്ങനെ കിട്ടുന്നു എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല. എന്തുകൊണ്ട് എനർജി ഓപ്പറേറ്റർ തന്നെ വെച്ചിട്ട് പറഞ്ഞു. നിങ്ങൾക്ക് പോസിബിൾ ആയിട്ട് വരാവുന്ന ഡൗട്ടാണ്. നമുക്ക് അതും ആൻസർ ചെയ്യാം. നിങ്ങൾ ഡൗട്ടായിട്ട് അതും എഴുതി വെച്ചോളുക. ക്ലിയർ? ഓക്കെ, നമ്മൾ പറഞ്ഞത് എന്താ, നമുക്ക് കറസ്പോണ്ടിങ് ഓപ്പറേറ്റർ കിട്ടണം എന്നുണ്ടെങ്കിൽ ആ എക്സിനെ എക്സ് ക്യാപ്പ് ആയിട്ടും പി എക്സിനെ മൈനസ് ഐ ക്രോസ് ഡി ബൈ ഡി എക്സ് ആയിട്ടും ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ചില കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവുക മൈനസ് ഐ ക്രോസ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ചിലടത്ത് പഠിപ്പിച്ചിട്ടുണ്ടാകുന്നത് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. അതായത് ഇങ്ങനെ ആയിരിക്കും, മൈനസ് ഐ ക്രോസ് ഡി ബൈ ഡി എക്സ്. ഇങ്ങനെ അല്ലാതെ ചിലർ പഠിച്ചിട്ടുണ്ടാവുക ഇങ്ങനെ ആയിരിക്കും, എച്ച് കട്ട് ഡിവൈഡഡ് ബൈ ഐ ഇൻറ്റു ഡി ബൈ ഡി എക്സ്. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും, അതായത് മൈനസ് ഐ എന്നുള്ളത് 1/i ഈക്വൽ ആണ്. ഇതിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് മൈനസ് ഐ ഈക്വൽ ടു 1/i. ആ ഒരു കേസിലാണെങ്കിൽ നമ്മൾ എഴുതുന്നത് എങ്ങനെ ആയിരിക്കും, എച്ച് കട്ട് ബൈ ഐ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ആയിരിക്കും. സോ ഈ രണ്ട് ചേഞ്ചസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് ഓപ്പറേറ്റർ കിട്ടും. നമുക്കപ്പോൾ ജസ്റ്റ് യൂഷ്വലി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ജസ്റ്റ് ഒന്ന് കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എനർജി അല്ല, കൈനറ്റിക് എനർജി ഓപ്പറേറ്റർ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, ഹാഫ് mv² ആണ്. ഇപ്പം നമ്മൾ മുകളിലും താഴെയും മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. എന്തിനാ അങ്ങനെ മൾട്ടിപ്ലൈ എന്ന് വെച്ചാൽ നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് എക്സിനെയും പി എക്സിനെയും മാത്രമാണ് ചേഞ്ച് ചെയ്യാനായിട്ട് അറിയാവുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് തൽക്കാലം എക്സിൻ്റെയും പി എക്സിൻ്റെയും ടേംസിലൊന്നും കിടപ്പില്ല. അപ്പോൾ അത് മൊമെന്റത്തിന്, പി എക്സ് അല്ല മൊമെന്റം, അപ്പോൾ മൊമെന്റത്തിന്റെ ടേംസിലോട്ട് മാറ്റാനായിട്ടാണ് നമ്മൾ മുകളിലും താഴെ എം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ mv/2m എന്ന് കിട്ടും. മുകളിൽ സ്ക്വയർ ഉണ്ട്, അപ്പോൾ mv എന്നുള്ളത് എന്താ, മൊമെന്റ് ആണ്. അപ്പോൾ p²/2m എന്ന് കിട്ടും. ഇനിയിപ്പോൾ സിമ്പിളാണ് ചേഞ്ച് ചെയ്യാനായിട്ട്, എന്താ 1/2m എന്ന് എഴുതുക, p² പകരം എന്ത് കൊടുക്കുക, മൈനസ് ഐ എച്ച് ക്രോസ് ഡി ബൈ ഡി എക്സ് കൊടുക്കാം, എന്നിട്ട് സ്ക്വയർ എടുക്കുക. അപ്പോൾ സ്ക്വയർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയ പോയിന്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ 1/2m എഴുതി, അതൊക്കെ. പിന്നെ മൈനസ് ഐയുടെ സ്ക്വയർ ഇൻറ്റു എച്ച് കട്ട് സ്ക്വയർ ഇൻറ്റു d²/dx². ഫൈൻ. ഇത്രയും പോയിന്റ് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല, ഇത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതായിരിക്കാം. പക്ഷേ ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റാം ചിലർക്ക് എങ്കിലും. ഓക്കെ, അതായത് ഈ ഒരു പോയിന്റിൽ ചെറുതായിട്ട് മിസ്റ്റേക്ക് പറ്റാം. അതായത് മൈനസ് ഐയുടെ സ്ക്വയർ എന്താണെന്നുള്ളത്. അപ്പോൾ അതിൽ മിസ്റ്റേക്ക് പറ്റാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഞാൻ അത് എന്തുകൊണ്ട് മിസ്റ്റേക്ക് പറ്റുന്നു എന്നുള്ളത് പറയാം. അതായത് മൈനസ് ഐ എന്ന് പറയുമ്പോൾ ശരിക്കും ഐയുടെ സ്ക്വയർ മാത്രമേ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. അതായത് -1ന്റെ റൂട്ടാണ് ഐ എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് അങ്ങനെ അതിന് തിരിച്ച് പറയുകയാണെങ്കിൽ ഐയുടെ സ്ക്വയർ ആണ് -1. ഫൈൻ, ഈ രണ്ട് രീതിയിലും പറയാം. -1ന്റെ റൂട്ടാണ് ഐയുടെ സ്ക്വയർ ആണ് -1. ഇതല്ലാണ്ട് മൈനസ് ഐയുടെ സ്ക്വയർ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല ഇവിടെ. മൈനസ് ഐയുടെ സ്ക്വയർ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മൈനസ് ഐയുടെ സ്ക്വയർ എടുക്കാനായിട്ട് -1 ഇൻറ്റു ഐ എന്ന് എടുക്കേണ്ടി വരും. എന്നിട്ട് വേണം സ്ക്വയർ എടുക്കാൻ. അങ്ങനെ വരുമ്പോൾ -1ന്റെ സ്ക്വയർ ഇൻറ്റു ഐയുടെ സ്ക്വയർ ഇങ്ങനെ എഴുതേണ്ടി വരും. -1ന്റെ സ്ക്വയർ 1 ആവും, ഐയുടെ സ്ക്വയർ -1 ആവും. സോ 1 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ -1 ആവും. അതായത് ഡയറക്റ്റ്ലി ഇവിടുന്ന് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ +1 എന്ന് കിട്ടിയേക്കും. പക്ഷെ ഓർക്കുക, മൈനസ് ഐയുടെ സ്ക്വയർ ഡിഫൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് മൈനസ് ഐനെ നമ്മൾ എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം, ഈ രണ്ട് ടേം ആയിട്ട് -1 ഇൻറ്റു ഐ എന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. എന്നിട്ട് സ്ക്വയർ എടുക്കണം. സ്ക്വയർ എടുക്കുമ്പോൾ ഐക്ക് ഒരു സ്ക്വയർ കൊടുക്കുക, -1ന് സ്ക്വയർ കൊടുക്കുക. അപ്പോൾ -1ന്റെ സ്ക്വയർ 1 എന്ന് കിട്ടും, ഐയുടെ സ്ക്വയർ -1 എന്ന് കിട്ടും. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -1 കിട്ടും. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ എന്ത് വരും? ഫൈനലി കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ ഇങ്ങനെ വരും, -ih ക്രോസ് അത് മൊമെന്റ് അല്ലേ, -h²/2m ഇൻറ്റു d²/dx². ഇങ്ങനെ വരും. ഇത് വൺ ഡയമെൻഷണൽ കേസ് ആണ്. 2 ഡയമെൻഷണൽ ആണെങ്കിൽ നമുക്ക് ഒരു ടേം കൂടെ വരും, d²/dy² എന്ന് വരും. 3 ഡയമെൻഷണൽ ആണെങ്കിൽ ഒരു ടേം കൂടെ വരും, d²/dz² എന്ന് വരും. ഫൈൻ.
അപ്പൊ നമ്മൾ ഇതിനെ മൊത്തത്തിൽ ഡിനോട്ട് ചെയ്യുന്ന ഒരു ഇതുണ്ട്, നബ്ല ഓർ ഡെൽ സ്ക്വയർ. ഇതിനെ മൊത്തത്തിൽ നമ്മൾ ഡെൽ സ്ക്വയർ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാറുണ്ട്. അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് എടുക്കേണ്ടത്, ഡി സ്ക്വയർ അല്ല. ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് വരുവാണെങ്കിൽ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് വെച്ചിട്ടാണ് എടുക്കേണ്ടത്. ഡി വെക്കാൻ പാടില്ല, ഡെൽ വെക്കണം. ഡെൽ ബൈ ഡെൽ എക്സ് സ്ക്വയർ പ്ലസ് ഡെൽ ബൈ ഡെൽ വൈ സ്ക്വയർ പ്ലസ് ഡെൽ ബൈ ഡെൽ എക്സ് സ്ക്വയർ. അപ്പൊ അതിനെ നമ്മൾ ജനറലൈസ് ചെയ്തിട്ട് മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഇൻറ്റു ഡെൽ സ്ക്വയർ ഇങ്ങനെ കൊടുക്കാറുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ. ജസ്റ്റ് പൊട്ടൻഷ്യൽ എനർജി തന്നെ നമുക്ക് പല സിറ്റുവേഷൻ വരാറുണ്ട്. പൊട്ടൻഷ്യൽ എനർജി എക്സ്പ്രഷൻ ഹാർമോണിക് ഓസിലേറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാഫ് കെ എക്സ് സ്ക്വയർ എന്നാണ് വരിക. ഹാഫ് കെ എക്സ് സ്ക്വയർ പൊട്ടൻഷ്യൽ എനർജി. അപ്പം ഹാഫ് കെ എക്സ് സ്ക്വയറിനെ അതിന്റെ ഓപ്പറേറ്റർ ആക്കാനായിട്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരുത്തണ്ട, ഇത് കോൺസ്റ്റന്റ് ആണ്. സോ ഫൈനലി വരുമ്പോൾ ഹാഫ് കെ ഇൻറ്റു എക്സിന് പകരം എക്സ് ക്യാപ്പ് എന്ന് കൊടുക്കുക, എക്സ് ക്യാപ്പ് സ്ക്വയർ. അത്രേ ഉള്ളൂ, സിമ്പിളായിരുന്നു. പിന്നെ നമുക്ക് പിന്നെ ആംഗുലർ മൊമെന്റം ഉണ്ട്. ആംഗുലർ മൊമെന്റത്തിന്റെ ഒരു പെർട്ടിക്കുലർ ക്ലാസ് ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം. ആംഗുലർ മൊമെന്റത്തിന്റെ കേസ് പറയുന്നത് ഇനി ഹാമിൽട്ടോണിയൻ എന്ന് പറയുമ്പോൾ ടോട്ടൽ എനർജി ഓപ്പറേറ്റർ ആണ്. അത് പറയുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി രണ്ടിന്റെയും കൂടെ സമ്മിനെയാണ് നമ്മൾ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എല്ലാ കേസിലും ഉണ്ടാവാറില്ല. നമ്മൾ പാർട്ടിക്കിൾ ബോക്സ് പറയുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0 ആയിട്ട് എടുക്കും. കൈനറ്റിക് എനർജി ഓൾവേസ് ഉണ്ടാവും. കൈനറ്റിക് എനർജിക്ക് എപ്പോഴും നമുക്ക് ഇത് മുമ്പേ പറഞ്ഞ എക്സ്പ്രഷൻ മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഇൻറ്റു നബ്ല സ്ക്വയർ ഇങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാം. പൊട്ടൻഷ്യൽ എനർജി ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പാർട്ടിക്കിൾ ബോക്സിനകത്ത് 0 ആയിട്ടാണ് എടുക്കുന്നത്. എന്തുകൊണ്ടാണെന്നുള്ളതിന് റീസൺ നമുക്ക് പറയാം. രണ്ടാമത് ഹാർമോണിക് ഓസിലേറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഹാഫ് കെ എക്സ് സ്ക്വയർ ഈ ഒരു ഇതാണ് എടുക്കുന്നത്. മൂന്നാമത് ഹൈഡ്രജൻ ആയിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് 1/4πε0 Q1 Q2 ബൈ R. അപ്പൊ ആറിന് ആർ ക്യാപ്പ് എന്ന് കൊടുക്കുക. സോ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇത് മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ഇപ്പൊ നമ്മൾ ഓൾറെഡി പറയാത്ത ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ്. ആംഗുലർ മൊമെന്റം അത് MSc ഫസ്റ്റ് സെമ്മിൽ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സ്പിൻ ആംഗുലർ മൊമെന്റം അതും നമുക്ക് പറയാം. അപ്പൊ അത് രണ്ടുമാണ് പറയാനുള്ളത്. നമുക്ക് ഇനി ഡയറക്റ്റ്ലി പാർട്ടിക്കിൾ ബോക്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഏകദേശം ഫണ്ടമെന്റൽ ഐഡിയ ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. നമ്മൾ പറഞ്ഞതിനകത്ത് ഒരു കാര്യം ജസ്റ്റ് ഒന്നുകൂടെ ഓർത്തിരിക്കുക. ഹെർമിഷ്യൻ ഓപ്പറേറ്റർ എന്തിനാണ് ഹെർമിഷ്യൻ ഓപ്പറേറ്റർ ആയിട്ട് എടുക്കുന്നത്? ഹെർമിഷ്യൻ ഓപ്പറേറ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. നമ്മൾ ഹെർമിഷ്യൻ ഓപ്പറേറ്റർ ഒരു ഫംഗ്ഷനിൽ ആക്ട് ചെയ്യുവാണെങ്കിൽ കിട്ടുന്ന ഏഗൻ വാല്യൂ റിയൽ ആയിരിക്കും. അതായത് അതിനകത്ത് ഇമാജിനറി പാർട്ട് ഉണ്ടാവില്ല. എന്തുകൊണ്ട് ഇമാജിനറി പാർട്ട് ഉണ്ടാവരുത്? കാരണം നമ്മൾ മെഷർ ചെയ്യുന്ന കാര്യങ്ങൾ, പൊസിഷൻ, മൊമെന്റം, അതെല്ലാം റിയൽ വാല്യൂസ് ആണ്, അല്ലാണ്ട് അത് ഇമാജിനറി അല്ല. സോ റിയൽ വാല്യൂസ് ആയതുകൊണ്ട് നമുക്ക് അത് മെഷർ ചെയ്യുമ്പോഴും ഓൾവേസ് റിയൽ വാല്യൂസ് തന്നെ കിട്ടണം. സോ അതുകൊണ്ടാണ് നമ്മൾക്ക് അത് ഹെർമിഷ്യൻ ഓപ്പറേറ്റർ ആവണം എന്ന കണ്ടീഷൻ പറയുന്നത്. കാരണം ഹെർമിഷ്യൻ ഓപ്പറേറ്ററിന്റെ ഏഗൻ വാല്യൂസ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. നമ്മൾ മെഷർ ചെയ്യുന്ന കാര്യങ്ങളും റിയൽ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. അതിന് എനർജി, ഒരു സിസ്റ്റം ഉണ്ട്, അതിന് സിസ്റ്റത്തിന് എനർജി ഉണ്ട്, പല പല എനർജി ലെവൽസ് ഉണ്ട്. അത് റിയൽ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് മെഷർ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ഹെർമിഷ്യൻ ആവണം. എന്നാൽ മാത്രമേ നമുക്കത് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ, റിയൽ ആയിട്ടുള്ള നമ്പർ കിട്ടുള്ളൂ. അപ്പോഴും നമ്മൾ മുമ്പേ പറഞ്ഞ ആ ഒരു ലീനിയർ ഓപ്പറേറ്റർ എന്തിനാണ് എന്നുള്ളതിന് റീസൺ നമ്മൾ പറഞ്ഞിട്ടില്ല. ചെറിയൊരു ഹിന്റ് തരാം. അതായത് നമുക്ക് അറിയാം പൊസിഷൻ ഓപ്പറേറ്റർ നമ്മളിപ്പോൾ മൊമെന്റ് ഓപ്പറേറ്റർ നമ്മളിപ്പോൾ പറഞ്ഞു മൈനസ് ഐ എച്ച് ക്രോസ് ഡി ബൈ ഡി എക്സ്. അതാണ് പൊസിഷൻ മൊമെന്റ് ഓപ്പറേറ്റർ. എനർജി ഓപ്പറേറ്റർ എന്തായിരുന്നു? മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ. ഇതായിരുന്നു എനർജി ഓപ്പറേറ്റർ. ഫൈൻ, ഇത് രണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. സപ്പോസ് നമുക്ക് സൈൻ എക്സ് എന്നുള്ളത് ഒരു വേവ് ഫംഗ്ഷൻ ആണെന്ന് വെക്കുക. ആ ഒരു ഫംഗ്ഷൻ സൈൻ എക്സ് ഒരു വേവ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കേണ്ട ഒരു ഫംഗ്ഷൻ ആണെന്ന് വെക്കുക. സൈൻ എക്സ് എന്നുള്ളത് എനർജി ഓപ്പറേറ്ററിന്റെ ഈഗൻ ഫംഗ്ഷൻ ആവുമോ? കാരണം എനർജി ഓപ്പറേറ്റർ സൈൻ എക്സിൽ ആക്റ്റീവ് ആണെങ്കിൽ നമുക്ക് ഇതാണ് എനർജി ഓപ്പറേറ്റർ, കൈനറ്റിക് എനർജി ഓപ്പറേറ്റർ ആണിത്. കൈനറ്റിക് എനർജി ഓപ്പറേറ്റർ സൈൻ എക്സിൽ ആക്റ്റീവ് ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? നമുക്ക് ആ സൈൻ എക്സിനെ റീജനറേറ്റ് ചെയ്തില്ലേ, മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഇൻറ്റു രണ്ട് വട്ടം ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? സൈൻ എക്സിന് ഒരു വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് എക്സ് കിട്ടും, ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ എക്സ് കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും?
2 വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ എക്സ് കിട്ടും. മൈനസ് സൈൻ എക്സ്